CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് സംസ്ഥാനത്തെ CPIയുടെ ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ? കേരളം മുഴുവനും ഒരു ഇടതുപക്ഷ അനുകൂല കാറ്റ് വീശുന്നുണ്ട്. എല്ലായിടത്തും കാണാമത്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും എല്ലാം ഒന്നുപോലെ ആ കാറ്റ് വീശുന്നുണ്ട്. ഞങ്ങൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഞങ്ങളുടെ ലക്ഷ്യം 20-20 ഞാൻ CPIയുടെ മാത്രം 4 പറ്റിയല്ല പറയുന്നത്. CPIക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 4 അല്ല ഉള്ളത്, 20. 20 പറ്റി എനിക്ക് പറയാൻ കഴിയും. അവിടെ എല്ലാം ഞങ്ങൾ വിജയപ്രതീക്ഷയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വയനാട്ടിലാണ് CPIയുടെ ഏറ്റവും മുതിർന്ന നേതാവായ ആനിരാജ് മത്സരിക്കുന്നത്. അതും ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുകയും കേരളത്തിൽ എതിരെ മത്സരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതൊരു സ്വാഭാവിക യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ മത്സരം LDFും UDFും തമ്മിലാണ്. അതെല്ലാവർക്കും അറിയാം. ആ കേരളത്തിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അയക്കേണ്ടത് രാഹുൽ ഗാന്ധിയെ തന്നെയാണോ എന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസ് ആയിരുന്നു. ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക്, ഏറ്റവും വലിയ മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം. വയനാട്ടിൽ മത്സരിക്കാം, എല്ലാ മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാം, പ്രശ്നമില്ല. പക്ഷേ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ മത്സരിക്കാൻ പറഞ്ഞയക്കുമ്പോൾ ചില ഗൗരവമേറിയ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയേണ്ടതായിരുന്നു. ഞങ്ങൾ പലവട്ടം ആ ചോദ്യം നമ്പറിട്ട് ഉന്നയിച്ചെങ്കിലും ഇതുവരെയും കോൺഗ്രസ് ഉത്തരം പറഞ്ഞിട്ടില്ല. ആ ചോദ്യങ്ങൾ ലളിതമാണ്, എന്നാൽ ഗൗരവമേറിയതാണ്. ചോദ്യം നമ്പർ 1, ഈ വലിയ യുദ്ധത്തിൽ, പൊളിറ്റിക്കൽ ബാറ്റിൽ ആണത്, ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ ഏതാണ് പ്രധാനപ്പെട്ട സമരകേന്ദ്രം? 200 മേൽ MPമാർ ജയിച്ചു വരേണ്ട ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് വിളിക്കപ്പെടുന്ന വടക്കേ ഇന്ത്യയാണോ ഫോക്കൽ പോയിന്റ്, അതോ 20 MPമാർ മാത്രം ജയിക്കേണ്ട കേരളമാണോ ഈ സമരത്തിൻ്റെ കേന്ദ്ര സമരവേദി? ഉത്തരം കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആരാണ് കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു ഈ തെരഞ്ഞെടുപ്പിൽ? RSS ആണോ അതോ ഇടതുപക്ഷമാണോ? RSS ആണെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഒരിക്കലും ഒരു BJPക്കാരൻ പോലും ജയിക്കില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള ഈ കേരളത്തിലല്ല, നോർത്ത് ഇന്ത്യയിലാണ്. അമേഠിയിൽ കോൺഗ്രസ് തോറ്റത് എന്തുകൊണ്ടാണ്? BJPയുമായി മുഖാമുഖം മുട്ടാനുള്ള ഭയപ്പാട് കൊണ്ട് രാഹുൽ ഗാന്ധി ഒളിച്ചോടിപ്പോയി എന്നുള്ള BJP പ്രചാരവേല മൂലമാണ്. അതിൻ്റെ പാഠം കോൺഗ്രസ് പഠിച്ചിട്ടില്ല. പിന്നെ കോൺഗ്രസിൻ്റെ മുഖ്യശത്രു ആരാണ്? ഞങ്ങളാണോ RSS ആണോ? ഞങ്ങൾക്ക് മുഖ്യശത്രു RSS ആണ്. കോൺഗ്രസിൻ്റെ മുഖ്യശത്രു ഞങ്ങളാണോ അതോ RSSും BJPയുമാണോ എന്ന് കോൺഗ്രസ്സാണ് വ്യക്തമാക്കേണ്ടത്. ഞങ്ങളാണെങ്കിൽ വെൽക്കം ടു വയനാട്, ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. അല്ല, നിങ്ങൾക്കെതിരെ മത്സരിക്കുന്ന രാഹുലിനെ തന്നെയാണോ നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കാണുന്നത്, ഇടതുപക്ഷം കാണുന്നത്? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ആളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ഇന്ത്യ സഖ്യം മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയാത്ത ചില കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഇന്ത്യ സഖ്യമായി മാറിയ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പൊതുവായ പ്രവാഹമുണ്ട് ഇന്ത്യയിൽ. അതാണ് ഇന്ത്യയിൽ VP സിംഗ് ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നത്. അതാണ് പിന്നീട് UF ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നത്. അതാണ് UPA 1 UPA 2 സർക്കാരിനെ കൊണ്ടുവന്നത്. അന്നൊന്നും ഇലക്ഷന് മുമ്പ് ഒരു നേതാവിനെ ഈ BJP വിരുദ്ധ രാഷ്ട്രീയ സഖ്യം ചൂണ്ടിക്കാണിച്ചിട്ടേ ഇല്ല. ആ പ്രാഥമികമായ ചരിത്രം പോലും അറിയാത്ത നേതാക്കന്മാരാണ് കോൺഗ്രസിൽ. ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ പ്രൈം മിനിസ്റ്റർ മുഖം എന്ന് പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി BJPയെ ചെറുക്കാൻ കൈകോർക്കേണ്ട ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ ധാരകളെയും അത് ആട്ടിയകറ്റുകയാണ്.
ഈ മിനിമം രാഷ്ട്രീയം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, അറിയാൻ കഴിയാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറാൻ പാടില്ലായിരുന്നു. നിർഭാഗ്യവശാൽ അതാണ് അവസ്ഥ. വയനാട്ടിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചതിനെതിരെ അങ്ങ് പറഞ്ഞു അത് ബി ജെ പിയുമായിട്ടുള്ള ധാരണയാണ് കോൺഗ്രസിൻ്റെ. അങ്ങനെ കരുതാൻ പറ്റുമോ? കോൺഗ്രസുമായിട്ടൊരു ധാരണ? എന്നോട് ഡൽഹി രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മാധ്യമ സുഹൃത്താണ് പറഞ്ഞത്. ഞങ്ങൾ വയനാട്ടിലേക്ക് വന്നത് ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആൾ എതിർക്കാൻ വേണമെന്ന് പറയാൻ ഒരു ന്യായം വേണം. കോൺഗ്രസും ബി ജെ പിയും ധാരണയിലാണെന്ന് പറയുന്നു. അത് ഇതുകൊണ്ട് മാത്രമല്ല, കോൺഗ്രസ് ബി ജെ പി ധാരണ ഇവിടെ പുതിയതല്ലല്ലോ. പഴയ വടകര ബേപ്പൂർ കാലം മുതൽ കേരളത്തിലെ വോട്ടർമാർ ബി ജെ പി കോൺഗ്രസ് ഐക്യം കാണുന്നുണ്ട്. ഇപ്പോൾ കാസർഗോട്ടെ പൈകവിള പഞ്ചായത്തിൽ എന്താ കണ്ടത്? കോൺഗ്രസും ബി ജെ പി ഒരുമിച്ച് വോട്ട് ചെയ്തു. കോൺഗ്രസ് പറഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് ബി ജെ പിക്ക് വേണ്ടി കൈവെക്കാൻ ലീഗ് പോയില്ല. ഇതെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ പ്രതിഫലനങ്ങളാണ്. പക്ഷേ കേരളത്തിൽ ഇതിങ്ങനെ പറയുമ്പോഴും ആദായ നികുതി വകുപ്പിന്റെ ഏറ്റവും വലിയ നോട്ടീസ് വന്നിരിക്കുന്നത് കോൺഗ്രസിനെതിരെയാണ്. CPIക്കും വന്നിട്ടുണ്ട്. ഈ നീക്കങ്ങൾ എങ്ങനെ കാണുന്നു? അതാണ് ബി ജെ പി. രാഷ്ട്രീയമായിട്ട് അവർക്ക് യോജിക്കാത്ത എല്ലാവരെയും വേട്ടക്കാടാൻ വേണ്ടി അവർ IT-യെ പറഞ്ഞയക്കും, ED-യെ പറഞ്ഞയക്കും, CBI-യെ പറഞ്ഞയക്കും, കോടതിയെ പറഞ്ഞയക്കും, EC-യെ പറഞ്ഞയക്കും, ഇലക്ഷൻ കമ്മീഷനെ പറഞ്ഞയക്കും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറഞ്ഞയക്കും, എല്ലാം ചെയ്യും. അതാണ് ബി ജെ പി. CPI എങ്ങനെയാണ്? CPIക്ക് നോട്ടീസ് വന്നിട്ടുണ്ടല്ലോ, 12 കോടി 11 കോടി തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞു. ഏതോ ഒരു ജില്ലാ ഘടകം, തെലങ്കാനയിലെയോ ആന്ധ്രയിലെയോ മറ്റോ ജില്ലാ ഘടകത്തിന്റെ ട്രാൻസാക്ഷനിൽ പഴയ പാൻ കാർഡ് കാണിച്ചു എന്നതന്നെ നോട്ടീസ് വന്നിരിക്കുന്നത്. അതിനെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും. സാമ്പത്തിക പ്രതിസന്ധി രാഷ്ട്രീയമായിട്ട് ഞങ്ങളതിന് ജനങ്ങളോട് പറഞ്ഞ് അങ്ങനെയും നേരിടും. സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. CPIക്കും അതേ ആരോപണമുണ്ടോ BJPക്കെതിരെ? ഇന്ത്യയിൽ ഏറ്റവും സാമ്പത്തികമായിട്ട് ഏറ്റവും ദരിദ്രമുള്ള പാർട്ടിയാണ് CPI. CPIയെ തീർച്ചയായിട്ടും ഇതെല്ലാം സാമ്പത്തികമായിട്ട് ബാധിക്കും. പക്ഷെ ഞങ്ങൾക്ക് ജനങ്ങളുണ്ട്. ജനങ്ങൾ ഞങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടാതെ മുമ്പോട്ട് പോകും. ഏറ്റവും അവസാനമായിട്ട് വയനാട്ടിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? വിജയപ്രതീക്ഷ. എന്താണ് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ളത്? കാരണം കഴിഞ്ഞ തവണ 4.4 ലക്ഷത്തിന് ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ച മണ്ഡലമാണ്. ഒരിടത്ത് പോലും നമുക്ക് കൃത്യമായ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത നിയോജക മണ്ഡലമാണ് വയനാട്ടിലുള്ളത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്? ജനങ്ങൾ വലിയവരാണ്. അതുകൊണ്ട് വയനാട്ടിൽ വിജയപ്രതീക്ഷയുടെ മുന്നോട്ട്. വയനാട്ടിൽ മാത്രമല്ല 20 മണ്ഡലം അല്ലേ? തീർച്ചയായിട്ടും വിജയപ്രതീക്ഷയോടെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും വിജയം നേടുമെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം ചില രാഷ്ട്രീയ വിശദീകരണങ്ങളും ചില കാര്യങ്ങൾ അദ്ദേഹം നൽകിയുണ്ടായി. അഖിലോട്ട് പാർക്കൊപ്പം CVN ന്യൂസ് 18.